ഹലോ ഗൈസ്, ജിയ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ചാനലിൽ കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂ കൊണ്ടുവരുന്നത്, നമ്മുടെ വീഡിയോക്ക് എങ്ങനെയാണ് വൈറലാകുന്നത്. പല ടെക്കുകാർ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജിയ ഫോട്ടോക്കെ ചാനലും ചെയ്യലുണ്ട്. കാരണം നമ്മുടെ കണ്ടന്റാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നമ്മുടെ ചാനലിലെ വീഡിയോസ് വൈറലാക്കാൻ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, ഇതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം പല ടൈപ്പിലുള്ള വീഡിയോസും വരുന്നുണ്ട്. വീഡിയോ വൈറലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ടൈപ്പ് വീഡിയോ വരും. പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലൊക്കെ കയറും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോ വരും. പക്ഷേ സിമ്പിളായിട്ട് എന്ത് കാര്യം ചെയ്താലാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നത്, ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ സെറ്റിങ്സ് ഏതൊക്കെ രീതി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ക്ലിക്ക് ബൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ഒരു 10,000 പേർക്ക് റെക്കമെൻഡേഷൻ അയച്ചു. ഓക്കെ, സിമ്പിളായിട്ട് പറയാം, അത് ഏത് മലയാളിയും മനസ്സിലാവും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു 10,000 പേർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചു. അല്ലെങ്കിൽ ആ ഷോർട്ടാണ് കുട്ടിക്ക് ഒരു ഷോർട്ട് വീഡിയോ ആകുമ്പോൾ 10,000 പേരിലെ ഷോർട്ട് ഫീഡിലോട്ട് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചു. 10,000 പേര് ഫോൺ എടുക്കുമ്പോൾ 10,000 പേരുടെ ഷോർട്ട് ഫീഡിനകത്ത് നമ്മുടെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോയ്ക്ക് 10,000 പേരിൽ എത്ര പേര് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു, അതാണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം 10,000 പേരിൽ എത്ര പേര് വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അത് നിങ്ങൾ ആലോചിക്കണം. ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ക്ലിക്കബിൾ ആയിട്ടുള്ള കൂടുതൽ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള കവർ ഫോട്ടോ ആയിരിക്കണം. അത് ഷോർട്ട് ആയാലും ലോങ് വീഡിയോക്കാണ് തമ്പനയിൽ, ഷോർട്ട് വീഡിയോക്കാണ് കവർ ഫോട്ടോ. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ പരമാവധി അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തേ പറ്റുള്ളൂ. അവരുടെ മനസ്സ് പറയും ഈ സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയ ആ ഒരു ത്വര അവരിലുണ്ടാക്കണം. അതാണ് വേണ്ടത്. അത് ഷോർട്ടിൻ്റെ അകത്തായാലും കവർ ഫോട്ടോയിൽ, ലോങ് വീഡിയോനകത്ത് തമ്പനയിൽ, അത്ര വ്യത്യാസമുള്ളൂ. ആ ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട കാര്യം, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണണം. ആ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണണം. ഏതൊക്കെ വീഡിയോ ആരൊക്കെ വൈറലാക്കാൻ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാലും ഈ രണ്ട് സാധനമാണ് മെയിനായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഏത് ആപ്ലിക്കേഷനകത്തായാലും നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണിത്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,000 പേരിൻ്റെ അകത്ത് ഒരു 1000 പേര് 10,000 പേർക്ക് റെക്കമെൻഡേഷൻ അയച്ചു. ഒരു 1,500 പേര് നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന കൂട്ടിക്കും. 1,500 പേര് ക്ലിക്ക് ചെയ്തു. ആ 1,500 പേരിൽ ക്ലിക്ക് ചെയ്തതിൽ ഒരു 70% നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ 100% ഉറപ്പാണ്. പിന്നെ അടുത്ത റെക്കമെൻഡേഷൻ പറഞ്ഞാൽ ആ 10,000 എന്നുള്ള 1,00,000 പേർക്ക് യൂട്യൂബ് കൊടുക്കും. അതാണ് സംഭവം. അത് ഷോർട്ടായാലും ലോങ് വീഡിയോ ആയാലും കൊടുക്കും. കാരണം 70% ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഒരു 7 മിനിറ്റെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബ് പിന്നെയും കുറേ പേർക്കൂടെ റെക്കമെൻഡേഷൻ അയക്കും. ആ വീഡിയോ പിന്നെയും കയറിപ്പോവും, സ്റ്റക്കാകത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ ശരിക്കുള്ള അൽഗോരിതം. യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇപ്പോഴായാലും പണ്ടായാലും ഇനി മുന്നോട്ടായാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പരമാവധി നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുക. ടൈറ്റിലും തമ്പനയിലും, അത് ഒരാൾ നമ്മൾ വീഡിയോ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഷോർട്ട് ആയാലും ലോങ് ആയാലും അതിൻ്റെ അകത്ത് എന്താണെന്ന് ഒരാൾക്കും വായിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് വായിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ അകത്തുള്ള തമ്പനയിൽ ആ ഒരു ക്യാപ്ഷൻ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ അകത്ത് ഇന്നതാണ് സംഭവം. അപ്പോൾ ആ ഒരു സംഭവം ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നത് കൂടുതൽ അട്രാക്റ്റീവുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തോളണം. തമ്പനയിൽ ക്യാപ്ഷൻ വേണം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരമാവധി വീഡിയോ ആൾക്കാർ കാണണം. ഓക്കെ, ഒരു 10 മിനിറ്റുള്ള വീഡിയോ 7 മിനിറ്റെങ്കിലും ആൾക്കാർ കാണാൻ പറ്റും. നമ്മൾ അവരെ പിടിച്ചിരുത്തണം. അതാണ് നമ്മുടെ കഴിവെന്നുള്ളത്. അത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങളുടെ വീഡിയോ വൈറലാവും. അല്ലാതെ നമ്മൾ കുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ എൻ്റെ വീഡിയോയ്ക്ക് വ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ ഇല്ലെങ്കിൽ അത് നമ്മൾ തന്നെയാണ് കാരണം. നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആർക്കും ഇഷ്ടമില്ല. അത് തന്നെയാണ് സംഭവം. നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നില്ല, വന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ക്ലിക്ക് ചെയ്യുന്നില്ല. ക്ലിക്ക് ചെയ്താൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കട്ടാക്കി പോവാണ്. ഈ പണ്ടാരം എനിക്ക് കാണാൻ ആഗ്രഹമില്ല, എന്തിനാണ് കാണുന്നത്, എൻ്റെ വീഡിയോ എന്തിന് കൊള്ളത്തില്ല, അത് തന്നെയാണ് സംഭവം. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ നോക്കും. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം.